നമ്മൾ സാധാരണ ചില വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ പാട്ട് പാടിക്കൊണ്ട് വീട്ടിലേക്ക് പോകും. നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സെഗ്മെന്റ് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അത് ദേ വീട്ടിൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റാണ്. അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതം എന്ന് പറയുന്നത് നേരത്തെ മുൻകൂട്ടി അറിയിച്ചു പോകുന്നതല്ല, പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ അറിയിക്കും, നമ്മൾ ആ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്നറിയിക്കും. അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ പോകുന്നു, അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള വീടുകളായിരിക്കാം, അവിടെയുള്ള ആൾക്കാരുടെ വിശേഷങ്ങൾ തിരക്കുന്നു, ഒപ്പം തന്നെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള അവരുടെ പ്രതികരണങ്ങൾ ചോദിക്കുന്നു. അതോടൊപ്പം അവർക്ക് നമ്മളൊരു ക്വിസും കൂടി നടത്തും. അതായത് ഒരു ചിത്രം കാണിച്ചു കൊടുക്കും, ആ ചിത്രത്തിൽ കാണുന്നത് ആരാണെന്ന് അവർ തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ലക്ഷ്മണൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. മൂലാടുള്ള ഒരു ശില്പിയാണ് ഈ ലക്ഷ്മണൻ ചേട്ടൻ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് നമ്മളുള്ളത്. എനിക്കൊപ്പം നിജേഷ് കൂടിയുണ്ട്, അല്ലേ? നിജേഷ് മുഴുവൻ പേരെന്താ? നിജേഷ് കെ എം. ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാനൊരു ജുവലറിയിലാണ്. ജുവലറി ജീവനക്കാരനാണ്. അല്ല, ജ്വല്ലറി അത് ശരി. അപ്പൊ ഞാൻ ജുവലറി ജീവനക്കാരനല്ല, ജുവലറി മുതലാളിയാ. സ്വർണ്ണത്തിന് നല്ല കച്ചവടമായിരുന്നു തോന്നുന്നു ഇന്നലെ അക്ഷയതൃതീയ. ഈ അക്ഷയതൃതീയ പോലുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് ഒരുപാട് കച്ചവട ലാഭം ജുവലറിക്കാർക്ക് ഉണ്ടാവുന്നു എന്ന് പൊതുവേ ഒരു വിമർശനം ഉണ്ടായിരുന്നു. വിമർശനമല്ല, കച്ചവടം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് മാർഗ്ഗം ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പം കച്ചവടമൊക്കെ ഗംഭീരമായി പോകുന്നു അല്ലേ? ഓക്കെ. അപ്പം ഇപ്പൊ പവന് ഭയങ്കര വിലയാ. എത്രയാ ഏറ്റവും ഒടുവിൽ ലേറ്റസ്റ്റ്? ഇന്ന് 53 അല്ലേ? അപ്പൊ ഇങ്ങനെ കയറി പോവാ. ഇനി കുറയാനുള്ള സാധ്യതയില്ല. സ്വർണ്ണത്തിന് വില കൂടുന്നതാണോ നിങ്ങൾ ജുവലറിക്കാർക്ക് നല്ലത്, കുറയുന്നതാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടും ഒരേപോലെയാ. കച്ചവടം കാര്യം വന്നാൽ മതി. ഓക്കെ. അപ്പൊ നിജേഷിന്റെ ഒരു പാട്ടും കൂടി ആയിട്ട് നമുക്ക് ലക്ഷ്മണൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകും. ഏത് പാട്ട് പാടിക്കൊണ്ട് പോവാം? ഏത് പാട്ടാ? ഇത് വേളിക്ക് വെളുപ്പാങ്കാലം. അടിപൊളി പാട്ടാണല്ലോ. അപ്പൊ നമുക്ക് വേളിക്ക് വെളുപ്പാങ്കാലം, സുരേഷ് ഗോപി, മഞ്ജു വാര്യർ അഭിനയിച്ച നമുക്ക് പാടിക്കൊണ്ട് പോകും. അപ്പൊ നമ്മൾ ലക്ഷ്മണൻ ചേട്ടന്റെ വീട്ടിലേക്കാണ്. നിജേഷിന്റെ പാട്ടുമുണ്ട്. കുഴപ്പമില്ല, പാടിക്കോ. വേളിക്ക് വെളുപ്പാങ്കാലം, താലിക്ക് കുരുത്തോല, കോടിക്ക് കന്നിനിലാവ്, സിന്ദൂരത്തിന് മൂവന്തി, കോലോത്തെ തമ്പ്രാട്ടിക്ക് മനം പോലെ മംഗല്യം. വേളിക്ക് വെളുപ്പാങ്കാലം, താലിക്ക് കുരുത്തോല, കോടിക്ക് കന്നിനിലാവ്, സിന്ദൂരത്തിന് മൂവന്തി, 100 വെറ്റില 100 തേച്ചു വായാടി തത്തമ്മേ, പഴുക്കടുക്കത്തൂണുമനഞ്ഞു മലയണ്ണാർ കണ്ണാ, 100 വെറ്റില 100 തേച്ചു വായാടി തത്തമ്മേ, പഴുക്കടുക്കത്തൂണുമനഞ്ഞു മലയണ്ണാർ കണ്ണാ, ഓലക്കുട കയ്യിലെടുത്തു വെളുത്തവാവേ, ഓ ഓ ഓ. ഗ്രേറ്റ്, താങ്ക് യു നിജേഷ്. ഗംഭീരായി.